കാലത്ത് നമ്മളുടെ നാട്ടില് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഭയങ്കര കൂടുതലായിരുന്നു. അതായത് സാംക്രമിക രോഗങ്ങൾ, അതായത് ഒരാളിൽ നിന്നും അടുത്തയാളിലേക്ക് പകരുന്ന രോഗങ്ങൾ ഭയങ്കര കൂടുതലായിരുന്നു. അപ്പൊ അന്നുള്ള ആളുകൾ വിചാരിച്ചിരുന്നത് ഈ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ റിസൾട്ട് ദൈവം കോപിക്കുന്നതാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പൈശാചികമായിട്ടുള്ള എന്താണ് ശക്തികളുടെ ആക്ടിവിറ്റീസ് ഒക്കെ കാരണമാണ് ഇത്തരത്തില് അസുഖങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നായിരുന്നു നമ്മളുടെ പണ്ട് പൂർവികര് വിശ്വസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അത് കുറച്ചു കാലം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കുറെ കണ്ടുപിടുത്തങ്ങളും, അതായത് നമ്മുടെ സയൻസ് കുറേയും കൂടി എന്ത് ചെയ്തു, ഗ്രോ ചെയ്തു. അങ്ങനെ ഗ്രോ ചെയ്ത് കഴിഞ്ഞപ്പം മനസ്സിലാക്കാൻ പറ്റി എന്ത് സംഭവിച്ചു. ഇത്തരത്തില് എന്താണ് ഈ പറയുന്ന ശക്തികളൊന്നുമല്ല ഈ ഡിസീസസിന് കാരണം. പകരം എന്താണ്, നമ്മളുടെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത ചില ഓർഗാനിസംസും നമുക്ക് സറൗണ്ടിങ്സിൽ പ്രസന്റ് ആണ്. ഈ സറൗണ്ടിങ്സിൽ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ്, പലതരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ആണ് ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് കാരണം എന്ന് ആര് കണ്ടുപിടിച്ചു? നമ്മുടെ സയന്റിസ്റ്റുകളൊക്കെ കണ്ടുപിടിച്ചു. അപ്പൊ ഇത്തരത്തില് നമ്മുടെ സറൗണ്ടിങ്സിൽ ഇത്തരത്തിലുള്ള മൈക്രോ ഓർഗാനിസംസ് ഉണ്ടെന്നും അവയ്ക്ക് പക്ഷെ നമ്മളുടെ കണ്ണുകൾ കൊണ്ട് ഡയറക്ട്ലി നമുക്ക് അവരെ കാണാൻ പറ്റത്തില്ല. പക്ഷെ ചില ഇൻസ്ട്രുമെന്റുകളുടെ ഹെൽപ്പോട് കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, അവയെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടും അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ പറ്റി. അപ്പൊ അത്തരത്തില് നമ്മളെ സഹായിച്ച ഒരു മേജർ ആയിട്ടുള്ള ഒരു ഡിസ്കവറിയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാം ലിവിങ് ഓർഗാനിസംസ് ആണ്, അല്ലെ? എല്ലാവരും എന്താണ്, ലിവിങ് ഓർഗാനിസംസ് ആണ്. ഈ ലിവിങ് ഓർഗാനിസംസ് എന്തുകൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ബോഡി, അല്ലെങ്കിൽ പ്ലാന്റ്സിന്റെ ബോഡി, അല്ലെങ്കിൽ മറ്റുള്ള ഓർഗാനിസംസിന്റെ ഒക്കെ ബോഡി എന്തുകൊണ്ടാണ് മേഡ് ചെയ്തിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, സെൽസ് കൊണ്ടാണ്, അല്ലെ? നമ്മളുടെ ലൈഫിന്റെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് സെല്ലാണ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്ന കാര്യമാണ്. നമ്മളുടെ ബോഡി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ലിവിങ് ഓർഗാനിസത്തിന്റെ ബോഡി എന്ന് പറയുന്നത് മേഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ്? സെല്ല് കൊണ്ടാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതാണ് നമ്മളുടെ ചോദ്യവും. അതാണ്, വാട്ട് ഈസ് അവർ ബോഡി കമ്പോസ്ഡ് ഓഫ്? നമ്മളുടെ ബോഡി എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ആൻസർ ഇതാണ്. എന്തെന്ന് പറയുന്നത്, നമ്മുടെ സെല്ലാണ്, അല്ലെ? സെല്ലാണ് നമ്മളുടെ ബോഡി, അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ആയിട്ടുള്ള എല്ലാ ഓർഗാനിസത്തിന്റെയും ബോഡി എന്ത് ചെയ്തിരിക്കുന്നത്, കമ്പോസ് ചെയ്തിരിക്കുന്നത് സെൽസ് കൊണ്ടാണ്. പക്ഷേ നമ്മൾ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, നമുക്ക് ഈ പറയുന്ന ഈ സെല്ലിനെ, അല്ലെങ്കിൽ ഈ സെല്ല് കൂടി ചേർന്നുണ്ടായ ടിഷ്യൂസിനെ ഒക്കെ നമ്മളുടെ നേക്കഡ് ഐസ് കൊണ്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ഇല്ലല്ലേ. കാണാൻ പറ്റുമോ? നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുമോ നമ്മുടെ നേക്കഡ് ഐസ് കൊണ്ട്? ഒരിക്കലും പറ്റത്തില്ല, അല്ലേ? അതുപോലെ തന്നെ അപ്പൊ എങ്ങനെയായിരിക്കും നമ്മൾ ഈ സെൽസിനെയൊക്കെ, അല്ലെങ്കിൽ നമ്മളുടെ ഈ ബോഡിയിലെ ആക്ടിവിറ്റീസിനെ ഒക്കെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്, അല്ലെ? നമ്മളുടെ ബോഡിയിൽ നടക്കുന്ന ആക്ടിവിറ്റീസിനെ പല പല സയന്റിസ്റ്റുകൾ കണ്ടുപിടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സെല്ലിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ ഈ പറയുന്ന മൈക്രോ ഓർഗാനിസംസ് ചെയ്യുന്ന കാര്യങ്ങളായിക്കോട്ടെ, എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ് മൈക്രോസ്കോപ്പ്. ഇപ്പൊ ഞാൻ പേര് പറഞ്ഞപ്പോൾ തന്നെ ചിലപ്പോൾ ചിലർക്കൊക്കെ ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ മൈക്രോസ്കോപ്പിന്റെ ഇമേജ് ഒക്കെ എന്ത് ചെയ്ത് കാണും, മൈൻഡിൽ വന്നു കാണും, അല്ലെ? അപ്പൊ നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ്. ഓക്കെ, എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ ബയോളജിയുടെ ലാബിൽ ഇരിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പോ ഈ മൈക്രോസ്കോപ്പുകൾ വെച്ചിട്ടാണ് നമുക്ക് നമ്മളുടെ ലിവിങ് അല്ലെങ്കിൽ നോൺ ലിവിങ് ആയിട്ടുള്ള സെൽസുകളെ എൻലാർജ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഈ പറയുന്ന മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്ട്രക്ചർ, അല്ലെങ്കിൽ ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ സ്ട്രക്ചർ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും, ഒരുപാട് പാർട്സുകൾ ഇതിലുണ്ട്, അല്ലെ? അപ്പോ ഏതൊക്കെയാണ് മൈക്രോസ്കോപ്പിന്റെ പാർട്ട് എന്നും അവയുടെ ഫംഗ്ഷൻ എന്നും ഒക്കെ നമുക്കൊന്ന് നോക്കാം. ഇതാണ് നമ്മളുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പ്. ഓക്കെ, ഇതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമ്മൾ നോക്കുമ്പോൾ ഓരോ പാർട്ടുകൾ അതിന് നമുക്ക് കാണാൻ പറ്റും. അതായത് ഓരോന്നിനും ഓരോ പാർട്ടുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. അത്തരത്തില് ഓരോരോ പാർട്ടുകൾ ഏതൊക്കെയാണെന്നും അവയുടെ ഫങ്ഷൻസ് ഏതൊക്കെയാണെന്നുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോ ഒന്നാമത്തെ പാർട്ടാണ് ഐ പീസ് എന്ന് പറയുന്നത്. ഐ പീസ് എന്ന് പറയുന്നത് ഏത് പാർട്ടായിരിക്കും? ഇതാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ ഐ പീസ് എന്ന് പറയുന്ന റീജിയൻ. ഇതാണ് നമ്മുടെ ഐ പീസ്. നമ്മുടെ
മൈക്രോസ്കോപ്പിന്റെ ഐ പീസ് ആണ് ഇപ്പൊ കണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടാണ് നോബ് എന്ന് പറയുന്നത്. നോബ്. അപ്പൊ ഏതായിരിക്കും ഇതിനകത്തെ നോബ്? ആ ഒരു സ്ട്രക്ചർ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഏതാ നോബ് എന്ന്? നമ്മുടെ ഈ ഒരു സ്ട്രക്ചർ നമുക്ക് നോക്കുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് നോബ് പോലത്തെ ഒരു സ്ട്രക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇത് തന്നെയാണ് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ നോബ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നോബ്, ഇതാണ് മൈക്രോസ്കോപ്പിന്റെ നോബ് എന്ന് പറയുന്ന പാർട്ട്. ഇനിയും താഴേക്ക് വരുന്നതിനനുസരിച്ച് നമുക്ക് ഓരോരോ പാർട്ടുകൾ നമുക്ക് കാണാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള മൂന്നാമത്തെ പാർട്ടാണ് എന്തെന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പാർട്ടാണ് എന്ത്? ഒബ്ജക്റ്റീവ് ലെൻസ്. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ലെൻസ്. രണ്ട് ഒബ്ജക്റ്റീവ് ലെൻസുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഇതും ഇതും ഇത് രണ്ടാണ് നമ്മളുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് അതിന് തൊട്ട് താഴെയായിട്ട് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു പാർട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ആ പാർട്ടിനെയാണ് നമ്മൾ സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റേജ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് കളറുള്ള പാർട്ടിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സ്റ്റേജ് എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേജ് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾക്ക് ഒബ്സർവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഒബ്ജക്റ്റിനെ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട സ്പെസിമെനെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന പാർട്ടാണ് എന്ന് പറയുന്നത് സ്റ്റേജ് എന്ന് പറയുന്നത്. പിന്നെ ക്ലിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമേജ് ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഈ പറയുന്ന നമ്മളുടെ സ്പെസിമെനെ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ വെക്കുമ്പോൾ അത് പ്രത്യേകിച്ച് അങ്ങോട്ടേക്കോ ഇങ്ങോട്ടേക്കോ ഒന്നും മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്ന ഒരു സ്ട്രക്ചർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഒരു സ്റ്റീൽ കളേർഡ് ആയിട്ടുള്ള ഒരു ക്ലിപ്പ് അവിടെ ഉണ്ട്. ഇവിടെ നമുക്കത് കാണാനായിട്ട് പറ്റും. ഈ ഒരു സ്ട്രക്ചറിനെയാണ് നമ്മൾ ക്ലിപ്പ് എന്ന് പറയുന്നത്. അത് രണ്ട് സൈഡിലായിട്ടും, ഈ പറയുന്ന സ്റ്റേജിന്റെ രണ്ട് സൈഡിലും എന്തുണ്ട്? ക്ലിപ്പുകളുണ്ട്. അത് എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ പറയുന്ന പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിമെൻ എങ്ങോട്ടേക്ക് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസിൽ നിൽക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഈ പറയുന്ന സ്റ്റേജിൽ ആരുണ്ടായിരിക്കുന്നത്? നമ്മുടെ ക്ലിപ്പ് കാണപ്പെടുന്നത്. ഇനിയും അടുത്ത ഒരു റീജിയൺ ആണ് കണ്ടൻസർ എന്ന് പറയുന്നത്. കണ്ടൻസർ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഈ സ്റ്റേജിന് തൊട്ട് താഴെയായിട്ട്, അതായത് ഈ സ്റ്റേജിന്റെ ഈ ഒരു റീജിയണിലായിട്ട് നമുക്കൊരു കണ്ടൻസർ കാണാനായിട്ട് പറ്റും. ഒരു കണ്ടൻസർ കൂടി ഉണ്ടായിരിക്കും. ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഈ ഒരു ഇമേജിൽ ഏകദേശം ഞാനിപ്പോ വരച്ചേക്കുന്നത് പോലെയായിരിക്കും കണ്ടൻസർ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് ഒരു ലെൻസ് ആണ്. ഓക്കെ, ഈ ലെൻസ് ആണ് നമുക്ക് ഈ പറയുന്ന ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പാർട്ടാണ് കണ്ടൻസർ എന്ന് പറയുന്ന അടുത്ത പാർട്ട്. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന മറ്റൊരു പാർട്ടാണ് മിറർ എന്ന് പറയുന്നത്. ഇവിടുത്തെ നമ്മുടെ മൈക്രോസ്കോപ്പിലെ മിറർ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ മൈക്രോസ്കോപ്പിലെ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ മൈക്രോസ്കോപ്പിലെ മിറർ. അപ്പൊ ഇത്രയും ചേർന്നതാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഒരു മൈക്രോസ്കോപ്പിന്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയായിരുന്നു മൈക്രോസ്കോപ്പിന്റെ പാർട്സ്? ഒന്നാമത്തേതാണ് ഐ പീസ് എന്ന് പറയുന്ന നമ്മളുടെ ഈ ഒരു റീജിയൻ. ഓക്കെ, ഐ പീസ് എന്ന് പറയുന്ന ഈ ഒരു റീജിയൻ. അപ്പോൾ ഈ ഐ പീസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഈ ഐ പീസ് യൂസ് ചെയ്യുന്നത്? അതിനു വേണ്ടിയിട്ടായിരിക്കും. നമുക്കറിയാം, നമുക്ക് ഒരു ഒബ്ജക്റ്റിനെ എൻലാർജ് ചെയ്ത് അല്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് മാഗ്നിഫൈ ചെയ്ത് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന്റെ ഇൻസൈഡിൽ എന്താണെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പുകൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളെ നമുക്ക് ഈ പറയുന്ന മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലെ? അപ്പൊ അത്തരത്തില് നമ്മൾ ഏത് സ്പെസിമെനെയാണോ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റിനെയാണോ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത്, ആ ഒബ്സർവ് ചെയ്യുന്ന നമ്മള് കണ്ണുവെച്ച് അല്ലെങ്കിൽ നമ്മുടെ ഐസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന പാർട്ടാണ് ഐ പീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഐ പീസ് എവിടെയായിരുന്നു കാണപ്പെടുന്നത്? ഇതാണ് നമ്മുടെ ഐ പീസ് എന്ന് പറയുന്നത്. ഈ ബ്ലാക്ക് കളേർഡ് ആയിട്ടുള്ള റീജിയൻ ആണ് ഐ പീസ് എന്ന് പറയുന്നത്. ഇനി ഐ പീസിന് ഒരു പ്രത്യേകതയുണ്ട്. ഐ പീസ് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഐ പീസിന്റെ ഒരു പാർട്ടിനെ നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും. അതിനകത്ത് സ്പെസിഫിക് ആയിട്ടുള്ള ലെൻസ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഈ ലെൻസ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഐ പീസിനകത്ത് ഒരു ലെൻസ് ഉണ്ട്. ആ ലെൻസ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമുക്ക് ഒബ്ജക്റ്റിനെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം ഐ പീസിന്റെ മേജർ ഫംഗ്ഷൻ എന്തായിരിക്കും? നമുക്ക് എന്താണ്
നമ്മൾ സ്പെസിമിനെ ഒബ്സർവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന മൈക്രോസ്കോപ്പിൽ നമ്മൾ സ്റ്റേജിൽ പ്ലേസ് ചെയ്തിട്ടുള്ള നമ്മുടെ സ്പെസിമിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാണുന്നത് ഈ പറയുന്ന ഐ പീസിലൂടെ ആയിരിക്കും കാണുന്നത്. അപ്പൊ ഐ പീസിന്റെ ഫംഗ്ഷൻ അതാണ്. ഇനി നെക്സ്റ്റ് റീജിയൺ എന്തായിരുന്നു? നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു. നെക്സ്റ്റ് ഐ പീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന അടുത്ത പോർഷൻ ആണ് നോബ് എന്ന് പറയുന്നത്, അല്ലെ? നോബ്. ഇതില് നമുക്ക് പ്രധാനമായിട്ടും 2 നോബുകളാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പൊ ഈ 2 നോബുകളാണ് മെയിൻലി നമുക്ക് ഒരു മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. 2 നോബുകൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഈ നോബുകൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും? നമ്മൾ ഈ ഐ പീസിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഐ പീസിനെ അഡ്ജസ്റ്റ് ചെയ്ത് സ്പെസിമിനെ കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്ത് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് നമ്മളുടെ കണ്ണിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറയുന്ന മൈക്രോസ്കോപ്പിനെ സ്പെസിഫിക് ആയിട്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ഐ പീസിനെ എത്രമാത്രം അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നതിനനുസരിച്ചാണ് നല്ല ക്ലാരിറ്റിയോടുകൂടി നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? നമ്മൾ വെച്ച സ്പെസിമിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അത്തരത്തിൽ നമുക്ക് ഐ പീസിനെ എന്ത് ചെയ്യാൻ വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ആ ഒരു സ്പെസിമിനിലേക്ക് ഫോക്കസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാർട്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ നോബ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന മൈക്രോസ്കോപ്പിലെ നോബ് റീജിയൻ എന്ന് പറയുന്നത്. അപ്പം എന്താണ്? കറക്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുക, അതായത് സ്പെസിമിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഈ മൈക്രോസ്കോപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് മുകളിലേക്കും താഴേക്കും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമുക്ക് ഇതിന്റെ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊപ്പോർഷനിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മുടെ നോബ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതായിട്ട് വരുന്ന റീജിയൺ ആണ് ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, ഒബ്ജക്റ്റീവ് ലെൻസ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? ഈ ഒബ്ജക്റ്റീവ് ലെൻസ് കാണപ്പെടുന്നത് നമ്മുടെ സ്റ്റേജിന് തൊട്ടു മുകളിലായിട്ടായിരിക്കും. നമുക്കറിയാം സ്റ്റേജിലാണ് നമ്മൾ ആരെ പ്ലേസ് ചെയ്തേക്കുന്നത്? നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട ഒരു സ്പെസിമിനെ അല്ലെങ്കിൽ ആ ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്തേക്കുന്നത് എവിടെയാണ്? നമ്മളുടെ സ്റ്റേജിലാണ് പ്ലേസ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു സ്റ്റേജിനോട് അടുത്താണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ് കാണപ്പെടുന്നത്, അല്ലെ? ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസ്. ഇവിടെ നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പില് 2 ഒബ്ജക്റ്റീവ് ലെൻസ് നമുക്ക് കാണാനായിട്ട് പറ്റും. 2 ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ടായിരിക്കും. അപ്പൊ നിങ്ങൾ ഓർക്കും എന്തിനായിരിക്കും ഈ 2 ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന്? ഇതിന്റെ അകത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് 2 ലെൻസിനും ഡിഫറെന്റ് ആയിട്ടുള്ള മാഗ്നിഫിക്കേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതായത് അതിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പില് ഒബ്ജക്റ്റീവ് ലെൻസ് കോമൺലി കാണപ്പെടുന്നത് ഒന്നെങ്കിൽ 45x അതുപോലെ തന്നെ 10x ആയിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പൊ 10x നമ്മൾ ഒരു സ്പെസിമിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ കുറച്ച് ഡീറ്റെയിൽഡ് അല്ലാത്ത രീതിയിലുള്ള ഇമേജ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അതേസമയത്ത് 45x വെക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് ആ ഒരു സ്പെസിമെന്റെ ഒരു ഇമേജ് നമുക്ക് കിട്ടും. അപ്പൊ 2 തരത്തിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് നമുക്കുള്ളത്. അത് 2 ഡിഫറെന്റ് മാഗ്നിഫിക്കേഷൻ ഉള്ള ഒബ്ജക്റ്റീവ് ലെൻസ് ആയിരിക്കും പ്രസന്റ് ആയിരിക്കുന്നത്. ഒന്ന് ഏതാണ്? 45x, ഒരെണ്ണം ഏതാണ്? 10x. അപ്പൊ എന്താണ് ഈ പറയുന്ന നമ്മളുടെ സ്റ്റേജിൽ വെച്ചിരിക്കുന്ന ആ ഒരു സ്പെസിമെനെ എന്ത് ചെയ്യുവാണ്? മാഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നമ്മുടെ ഐ പീസും അതുപോലെ തന്നെ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസും എന്തിനു ഹെൽപ്പ് ചെയ്യുന്നതാണ്? നമ്മളുടെ സ്പെസിമിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇതിന്റെ അകത്തെ ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് സ്ട്രക്ചേഴ്സിനെ കാണാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ലെൻസുകളാണ് നമ്മളുടെ ഒബ്ജക്റ്റീവ് ലെൻസും അതുപോലെ തന്നെ നമ്മളുടെ ഐ പീസിലുള്ള ലെൻസും. ക്ലിയർ അല്ലേ? അപ്പൊ ഇത് രണ്ടുമാണ് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നത്? നമ്മളുടെ സ്പെസിമിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന 2 ലെൻസുകളാണ് ഒബ്ജക്റ്റീവ് ലെൻസും അതുപോലെ തന്നെ നമ്മളുടെ ഐ പീസിൽ പ്രസന്റ് ആയിരിക്കുന്ന ലെൻസും. ഓക്കെ, ഇനി നെക്സ്റ്റ് റീജിയൺ ആണ്, നമുക്കറിയാം നെക്സ്റ്റ് റീജിയൺ ഏതായിരിക്കും? സ്റ്റേജും ക്ലിപ്പും, അല്ലെ? സ്റ്റേജും ക്ലിപ്പും. നമുക്കറിയാം സ്റ്റേജും ക്ലിപ്പും എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റേജിലായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട സ്പെസിമിനെ പ്ലേസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന എവിടെയായിരിക്കും? നമ്മൾ സ്റ്റേജിലായിരിക്കും
പ്ലേസ് ചെയ്യുന്നത്. ഈ ഒരു റീജിയണിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ നമ്മൾ ഒരു സ്പെസിമിനെ കൊണ്ട് വെക്കുന്നു. പക്ഷെ ഈ പറയുന്ന സ്പെസിമിനെ വെച്ചെന്ന് പറഞ്ഞെങ്കിൽ പോലും ചിലപ്പോൾ ചില ഒക്കേഷൻസിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് അല്ലെ. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഒക്കെ മാറിപ്പോകാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞു കഴിയുമ്പം നമുക്ക് ഈ പറയുന്ന കറക്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരുന്നെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇമേജിനെ ഒബ്സർവ് ചെയ്ത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ ഒരു സ്പെസിമിനെ കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ലൈഡിനെ, അല്ലെങ്കിൽ നമുക്ക് ആ സ്പെസിമിൻ ഉള്ള ആ ഒരു സ്ലൈഡിനെ കറക്റ്റ് പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പാർട്ടാണ് എന്ന് പറയുന്നത് ഈ ക്ലിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സിൽവർ കളേർഡ് ആയിട്ടുള്ള ക്ലിപ്പ്. അപ്പൊ ഇതാണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളുടെ സ്റ്റേജിലുള്ള ഈ ഒരു സ്പെസിമിന്റെ ആ ഒരു സ്ലൈഡിനെ കറക്റ്റ് പൊസിഷനിൽ ഹോൾഡ് ചെയ്ത് നിർത്താൻ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്, നമ്മളുടെ ഈ പറഞ്ഞ ക്ലിപ്പാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതാണ് ആരുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സ്റ്റേജ് ആൻഡ് ക്ലിപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പം സ്റ്റേജ് എന്ന് പറയുന്നത് സ്പെസിമെൻ പ്ലേസ് ചെയ്യാനുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ എന്താണ് ക്ലിപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിമെൻ കണ്ടെയ്ൻ ചെയ്യുന്ന ആ ഒരു സ്ലൈഡിനെ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു പൊസിഷനിൽ തന്നെ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ക്ലിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിപ്പ് ഹോൾഡ് ദ സ്പെസിമെൻ ഇൻ പ്ലേസ്. ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്ലേസിൽ ആരെ ഹോൾഡ് ചെയ്യാൻ, സ്പെസിമിനെ ഹോൾഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ ക്ലിപ്പ്. അപ്പോ നമ്മുടെ നെക്സ്റ്റ് റീജിയൺ ആണ് കണ്ടൻസർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ മൈക്രോസ്കോപ്പിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ആരെന്ന് പറയുന്നത്, നമ്മുടെ കണ്ടൻസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ കണ്ടൻസർ ഇത്രയും ഇമ്പോർട്ടന്റ് ആകാനുള്ള കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഈ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് ഒരു സ്പെസിമെൻ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നമുക്ക് ഒബ്സർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സ്പെസിഫിക് ആയിട്ടുള്ള ലൈറ്റ് ചെന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ സ്പെസിമെനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ നമുക്ക് കറക്റ്റ് ആയിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ എന്താണ്, ഈ ഒബ്ജക്റ്റിലേക്ക് ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ലൈറ്റിനെ എന്ത് ചെയ്യുന്നത്, ഫോക്കസ് ചെയ്യുന്ന പാർട്ടാണ് ആരെന്ന് പറയുന്നത്, കണ്ടൻസർ എന്ന് പറയുന്നത്. ഈ റീജിയൺ ആണ് കണ്ടൻസർ എന്ന് പറയുന്ന റീജിയൺ. ഓക്കെ, ഈ കണ്ടൻസർ ആണ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മളുടെ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? ഇനി ഇത് കൂടാതെ നമുക്കറിയാം, നമ്മളുടെ ഇപ്പൊ സൺലൈറ്റിന്റെ പ്രസൻസിലായിരിക്കും, അല്ലെങ്കിൽ സൺലൈറ്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ കൂടുതലായിട്ടും മൈക്രോസ്കോപ്പിൽ കൂടെ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നത്, ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കണ്ടീഷൻസിൽ നമുക്കറിയാം സൺലൈറ്റ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഭയങ്കര കൂടുതലായിരിക്കും, പക്ഷെ ചില സമയത്ത് എന്താണ്, ചിലപ്പോൾ കുറവായിരിക്കും. അതിന്റെ ഇന്റൻസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും, കൂടാനും കുറയാനും ഒക്കെ ചാൻസ് ഉണ്ട് അല്ലെ. അതും ഈ പറയുന്ന നമ്മൾക്ക് കിട്ടുന്ന ആ ഒരു ഇമേജിന്റെ ക്ലാരിറ്റിയെ അഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പൊ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഈ ലൈറ്റിന്റെ ഇന്റൻസിറ്റിയെ എന്ത് ചെയ്യണം, കൺട്രോൾ ചെയ്യുന്ന ഒന്നും കൂടി അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു പോർഷൻ ആണ് ഡയഫ്രം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഇമേജിൽ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇതിന്റെ ഈ ഒരു സൈഡിലായിട്ട്, നമ്മുടെ കണ്ടൻസറിന്റെ സൈഡിലായിട്ട് നമുക്ക് ഒരു പാർട്ട് കാണാൻ പറ്റും. അതായത് ഈ ഒരു ബൾജ് ചെയ്തൊരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും. ഈ പോർഷൻ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇന്റൻസിറ്റിനെ, ലൈറ്റിന്റെ ഇന്റൻസിറ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഇന്റൻസിറ്റി കൂടുതലാണെങ്കിൽ അത് കുറയ്ക്കാനായിട്ടും ഇനിയും കുറവാണെങ്കിൽ അത് കൂട്ടാനായിട്ടും ഒക്കെ എന്ത് സഹായിക്കുന്നുണ്ട്, നമ്മളുടെ ഈ പറയുന്ന ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന ഡയഫ്രം എന്ന് പറയുന്ന പാർട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം കണ്ടൻസർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, കണ്ടൻസർ എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിൽ, എത്രമാത്രം എമൗണ്ട് ഓഫ് ലൈറ്റ് ഒബ്ജക്റ്റിലേക്ക് പോകണം എന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അത് നമുക്ക് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന കണ്ടൻസറിലെ തന്നെ ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ ഡയഫ്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയും അടുത്ത ലാസ്റ്റ് റീജിയൺ, നമ്മളുടെ മൈക്രോസ്കോപ്പിന്റെ അടുത്ത ഒരു പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, മിറർ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതാണ് നമ്മളുടെ മിറർ. ഏതായിരിക്കും നമ്മുടെ മിറർ, ഇതാണ് നമ്മളുടെ മൈക്രോസ്കോപ്പിലെ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മളുടെ മൈക്രോസ്കോപ്പിലെ മിറർ. അപ്പൊ ഈ മിററിന്റെ ഫംഗ്ഷൻ എന്തായിരിക്കും മിററിന്റെ ഫംഗ്ഷൻ? നമുക്കറിയാം, നമ്മളുടെ ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യണം, ലൈറ്റ് ചെല്ലണം.
പക്ഷെ ഈ പറയുന്ന ലൈറ്റ് ചെല്ലണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പ്രതലത്തിൽ റിഫ്ലക്ട് ചെയ്തെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, ഈ ഒബ്ജക്റ്റിലേക്ക് ആര് വഴി, കണ്ടൻസർ വഴി സ്പെസിമെനിലേക്ക് അല്ലെങ്കിൽ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റ് എത്തത്തുള്ളൂ. അപ്പോൾ ഇതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് ആര്, നമ്മളുടെ മിറർ എന്ന് പറയുന്നത്. അതായത് ലൈറ്റ് സോഴ്സിൽ നിന്നും നമ്മുടെ സ്പെസിമെനിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പാർട്ടാണ് എന്തെന്ന് പറയുന്നത്, നമ്മളുടെ മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മുടെ ഡയഫ്രത്തിലേക്ക്, എന്താണ് നമ്മുടെ ഡയഫ്രത്തിലേക്ക്, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു ഡയഫ്രം എന്താണെന്ന്. അപ്പൊ ഈ ഒരു ഡയഫ്രം റീജിയണിലേക്ക് ലൈറ്റിനെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റിഫ്ലക്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോർഷൻ ആണ് ആരെന്ന് പറയുന്നത്, മിറർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ആരുടെ പാർട്സ് എന്ന് പറയുന്നത്, നമ്മളുടെ മൈക്രോസ്കോപ്പിന്റെ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഏതൊക്കെയായിരുന്നു മൈക്രോസ്കോപ്പിന്റെ പാർട്ട്? ഐ പീസ് ഉണ്ട്, നോബ്സ് ഉണ്ട്, അതുപോലെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, സ്റ്റേജ് ഉണ്ട്, ക്ലിപ്പ് ഉണ്ട്, അതുപോലെ ആരായിരുന്നു, കണ്ടൻസർ ഉണ്ട്, ഏറ്റവും ലോവർ പോർഷൻ സ്റ്റേജിന് താഴെയായിട്ട് കണ്ടൻസർ ഉണ്ട്, പിന്നെ വരുന്ന പോർഷനാണ് മിറർ. ഇത്രയും ചേർന്നതാണ് എന്തെന്ന് പറയുന്നത്, ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ മൈക്രോസ്കോപ്പിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത ആനിമൽ സെൽ ആയിക്കോട്ടെ, പ്ലാന്റ് സെൽ ആയിക്കോട്ടെ, ഇനി മൈക്രോ ഓർഗാനിസംസ് ആയിക്കോട്ടെ, ഇവയെ ഒക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഈ പറയുന്ന മൈക്രോസ്കോപ്പിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും. അപ്പൊ ഈ ഒരു മൈക്രോസ്കോപ്പിന്റെ ആ ഒരു വരവോടുകൂടിയാണ് നമ്മളുടെ സയൻസിൽ അല്ലെങ്കിൽ നമ്മുടെ സെല്ലുലാർ ബയോളജി എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ചിൽ അല്ലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾക്ക് കാരണമായ ഒരു ഡിസ്കവറി ആയിരുന്നു നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ ഡിസ്കവറി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തായിരുന്നു എന്താണ് ഫംഗ്ഷൻ, മൈക്രോസ്കോപ്പിന്റെ ഫംഗ്ഷൻ എന്താണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലെ. അതായത് നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത, നമ്മളുടെ നേക്കഡ് ഐ കൊണ്ട് നമ്മൾക്ക് കാണാൻ സാധിക്കാത്ത തരത്തിലുള്ള എന്തിനെ, ഇപ്പൊ സെല്ലുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും മൈക്രോ ഓർഗാനിസംസ് ആയിക്കോട്ടെ, അവയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതിനെ മാഗ്നിഫൈ ചെയ്ത്, അതായത് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ലാത്ത ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ മാഗ്നിഫൈ ചെയ്ത് നമുക്ക് വിസിബിൾ ആക്കുന്ന അല്ലെങ്കിൽ നമ്മളെ വിഷ്വലൈസ് ചെയ്ത് കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും ഫംഗ്ഷൻ? നമുക്ക് കാണാൻ പറ്റാത്ത അല്ലെങ്കിൽ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത ആനിമൽ സെല്ലിനെ അല്ലെങ്കിൽ പ്ലാന്റ് സെല്ലിനെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസിനെ ഒക്കെ മാഗ്നിഫൈ ചെയ്ത് കാണിക്കുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് എന്തെന്ന് പറയുന്നത്, മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോ ഇതാണ് ശരിക്കും എന്തിന്റെ ഫംഗ്ഷൻ, മൈക്രോസ്കോപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു മാഗ്നിഫൈ ദി ഒബ്ജക്ട്സ് സച്ച് ആസ് സെൽസ് ഓഫ് പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് ബാക്ടീരിയ ദാറ്റ് ആർ ഇൻവിസിബിൾ ടു അവർ ഐ ഓർ നേക്കഡ് ഐ. നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റത്തില്ലാത്ത തരത്തിലുള്ള സെൽസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, മാഗ്നിഫൈ ചെയ്ത് എന്ത് ചെയ്യാം, കാണാനായിട്ട് പറ്റും. അതിന് സഹായിക്കുന്നതാണ് ആര്, മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ടീച്ചർ ഓരോരോ പോർഷൻ പറഞ്ഞപ്പോഴും പറഞ്ഞായിരുന്നു ഇതിനകത്ത് ലെൻസ് പ്രസന്റ് ആണ്, ഇതിൽ ലെൻസ് പ്രസന്റ് ആണ് എന്ന് നമ്മൾ കുറച്ച് പാർട്ട് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ സ്ട്രക്ചറിനെ നമ്മൾ ഒന്ന് റീകളക്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ഏതൊക്കെ പോർഷൻസിലായിരുന്നു ലെൻസ് പ്രസന്റ് ആയിട്ടുള്ളത്? ഏതൊക്കെ പോർഷൻസിലായിരുന്നു ലെൻസ് പ്രസന്റ് ആയിട്ടുള്ളത്? നമുക്കറിയാം നമ്മുടെ ഐ പീസില് ലെൻസ് ഉണ്ട് അല്ലെ, ഐ പീസില് ലെൻസ് പ്രസന്റ് ആണ്. അതുപോലെ തന്നെ എവിടെയായിരുന്നു ലെൻസ് ഉള്ളത്? നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലും എന്തുണ്ട്, ലെൻസ് പ്രസന്റ് ആണ്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം നമ്മുടെ സ്റ്റേജിന് തൊട്ട് താഴെയായിട്ട് ആരുണ്ട്, കണ്ടൻസർ ഉണ്ട് അല്ലെ. ഈ കണ്ടൻസറിലും എന്തുണ്ട്, ലെൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ ഇതിൽ രണ്ടിൽ കൂടുതൽ എന്ത് പ്രസന്റ് ആണ്, ലെൻസ് പ്രസന്റ് ആണ്. അപ്പോ അത്തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ആ ഒരു ടേം ടീച്ചർ മുമ്പേ യൂസ് ചെയ്തായിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ഇതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് അറിയപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ്, ഈ മൈക്രോസ്കോപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. അവയ്ക്ക് എന്താണ്, മോർ ദാൻ 2 lenses ആർ പ്രസന്റ്. ഓക്കെ, രണ്ടിൽ കൂടുതൽ ലെൻസ് ഈ പറയുന്ന മൈക്രോസ്കോപ്പിൽ പ്രസന്റ് ആയിരിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളെ നമ്മൾ പറയുന്ന പേരാണ് എന്തെന്ന്,
കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. എ മൈക്രോസ്കോപ്പ് വിത്ത് മോർ ദാൻ വൺ ലെൻസ് ഈസ് നോൺ ആസ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പൊ ഇതുകൊണ്ടാണ് ഇതിനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്നുള്ള പേര് വന്നത്. അപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു മൈക്രോസ്കോപ്പിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് മാഗ്നിഫൈ ചെയ്ത് ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു. അതായത് നമ്മൾ മാഗ്നിഫൈ ചെയ്ത് നമ്മളുടെ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോ നമുക്കറിയാം നമ്മളുടെ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ സഹായിക്കുന്ന രണ്ട് ലെൻസുകളാണ് നമ്മളുടെ ഐ പീസിലും അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലും ഉള്ളത്. ഒബ്ജക്റ്റീവ് ലെൻസിലും നമുക്ക് ഉള്ളത്. അപ്പോ ഈ പറയുന്ന മാഗ്നിഫൈ എത്രമാത്രം ഇത് മാഗ്നിഫൈ ചെയ്ത് കാണണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് ഈ പറയുന്ന രണ്ട് പാർട്ടിലും കാണപ്പെടുന്ന ലെൻസിന്റെ മാഗ്നിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പം ചില മൈക്രോസ്കോപ്പുകൾ നിങ്ങൾ ഇനി ബയോളജി ലാബിൽ പോകുമ്പോൾ നിങ്ങൾക്ക് ഒബ്സർവ് ചെയ്താൽ മനസ്സിലാവും, ഈ പറയുന്ന ഐ പീസ് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഈ ഐ പീസിന്റെ ലെൻസ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം അതിന്റെ ടിപ്പിലായിട്ട് എഴുതി വെച്ചിട്ടുണ്ടാവും 10x എന്നൊക്കെ, 10x എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും. അത് അതിന്റെ മാഗ്നിഫിക്കേഷൻ ആണ്. അതുപോലെ തന്നെ നമ്മളുടെ ഒബ്ജക്റ്റീവ് ലെൻസിൽ ഇവിടെ നമുക്ക് 3 ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് ഈ ഒരു മൈക്രോസ്കോപ്പിൽ കാണുന്നത്. നോർമലി നമ്മുടെ ബയോളജിയുടെ ലാബുകളിൽ കാണപ്പെടുന്നതിന് 2 ഒബ്ജക്റ്റീവ് ലെൻസുകളായിരിക്കും കാണപ്പെടുന്നത്. അപ്പൊ അതിനും എന്തുണ്ട്, ഒരു മാഗ്നിഫിക്കേഷൻ ഉണ്ട്. അതായത് അത് സാധാരണയായിട്ട് 45x അതുപോലെ തന്നെ 10x ഒക്കെ ആയിരിക്കും അത് കാണപ്പെടുന്നത്. അത് ഈ പറഞ്ഞ ഒബ്ജക്റ്റീവ് ലെൻസ് 45x എന്നും 10x എന്നും ഒക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ 10x ഐ പീസ് ആണ് നമുക്കുള്ളത്. അതുപോലെ നമ്മളുടെ ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്നത് 10x പവറിലുള്ള ഒബ്ജക്റ്റീവ് ലെൻസിലുമാണ് എങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ രണ്ട് മാഗ്നിഫിക്കേഷന്റെയും ഒരു റിസൾട്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത്, അല്ലെ? അതിനകത്ത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഇമേജ് എന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഒബ്ജക്റ്റീവ് ലെൻസിലുള്ള ആ ഒരു പവറും, ഒബ്ജക്റ്റീവ് ലെൻസിന്റെ പവറും അതുപോലെ തന്നെ നമ്മളുടെ ഐ പീസിലെ പവറിനെയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. എന്താണ് പറയുന്നത്? മാഗ്നിഫിക്കേഷൻ പവർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്, നമ്മുടെ ഐ പീസിലേതും അതുപോലെ തന്നെ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലെയും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. മാഗ്നിഫിക്കേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാഗ്നിഫിക്കേഷൻ പവർ. അപ്പൊ ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോൾ എന്താണ്, ആ മാഗ്നിഫിക്കേഷൻ പവറിനനുസരിച്ചുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അതേ സമയത്ത് 10x ആണ് ഐ പീസ്, 45x ഒബ്ജക്റ്റീവ് ലെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടുത്തെ മാഗ്നിഫിക്കേഷൻ പവർ എന്തായിരിക്കും? കൂടുതലായിരിക്കും. അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള, അല്ലെങ്കിൽ എന്താണ്, കുറച്ചുകൂടി ക്ലിയർ ആയിട്ടുള്ള, ഇൻഡെപ്ത് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ആയിരിക്കും നമുക്ക് ഈ ഒരു മാഗ്നിഫിക്കേഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്കറിയാം നമ്മളിപ്പം സ്പെസിമെനെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സ്ലൈഡ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആ സ്ലൈഡ് മേഡ് ചെയ്തേക്കുന്നത് ഗ്ലാസ് കൊണ്ടായിരിക്കും. ഓക്കെ, ഗ്ലാസ് കൊണ്ടായിരിക്കും മേഡ് ചെയ്തിരിക്കുന്നത്. അപ്പോ ഈ ഗ്ലാസ് അല്ലാതെ വേണമെങ്കിൽ തടി കൊണ്ടുള്ളതോ അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഒക്കെ പ്ലാസ്റ്റിക് കൊണ്ടുള്ളതോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്ക് സ്ലൈഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാമായിരുന്നു. പക്ഷെ അതിന് പകരം നമ്മൾ എന്താണ്, ഗ്ലാസ് മാത്രമാണല്ലേ യൂസ് ചെയ്യുന്നത്, അല്ലേ? ഗ്ലാസ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടായിരിക്കും? നമുക്കറിയാം നമ്മുടെ തടി അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അങ്ങനെയുള്ള മെറ്റീരിയൽസിനെക്കാട്ടിലും ലൈറ്റിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് പാസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? ഗ്ലാസ് മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പൊ ഈ ഗ്ലാസ് മെറ്റീരിയൽസിലൂടെ ലൈറ്റിന് പാസ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയതുകൊണ്ടാണ് നമ്മൾ സ്പെസിമിനെ വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്ലൈഡ് മെയ്ഡ് ചെയ്തിരിക്കുന്നത് ഗ്ലാസ് കൊണ്ടാണ്. ഓക്കെ, അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്ലൈഡ് എന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും മേഡ് ചെയ്തിരിക്കുന്നത്? ഗ്ലാസ് കൊണ്ടായിരിക്കും മേഡ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താണ്, ലൈറ്റിന് പെട്ടെന്ന് പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയം ആണ് ഗ്ലാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന നമ്മളുടെ സ്പെസിമെനെ പ്ലേസ് ചെയ്യുന്ന ആ ഒരു സ്ലൈഡ് എന്ന് പറയുന്നത് മേഡ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും?
ഗ്ലാസുകൾ കൊണ്ടായിരിക്കും മെയ്ഡ് ചെയ്തിരിക്കുന്നത്. ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമുക്ക് ഈ പറയുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ ആനിമൽ സെല്ല്, പ്ലാന്റ് സെല്ല് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷെ എന്നാലും കുറച്ചുകൂടി സ്പെസിഫിക്കലി പറയുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഏത് ടൈപ്പ് ഓഫ് സ്പെസിമെനെയൊക്കെ ആയിരിക്കും നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന മൈക്രോസ്കോപ്പ് ഒക്കെ യൂസ് ചെയ്ത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെയായിരിക്കും? നമ്മളുടെ ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് നമ്മുടെ നേക്കടൈ കൊണ്ട് കാണാൻ പറ്റത്തില്ലാത്ത ആനിമൽ സെൽസിനെയും പ്ലാന്റ് സെൽസിനെയും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതൊക്കെ എന്താണ്, ഭയങ്കര തിന്നായിട്ടുള്ള ഒരു സ്പെസിമെൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ വളരെ തിന്നായിട്ടുള്ള ഒരു സ്പെസിമെൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന മൈക്രോസ്കോപ്പിലൂടെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ എന്താണ്, സ്പെസിമെൻസ് എന്ന് പറയുന്നത് എന്താണ്, ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കണം അല്ലെ. നമുക്കറിയാം ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിപ്പിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഐ പീസിലൂടെ നോക്കുമ്പോൾ അതിനകത്തെ, ഇപ്പൊ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് സെല്ലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിനകത്തെ കാര്യങ്ങൾ നമുക്ക് കാണണമെങ്കിൽ എന്താണ്, ഈ പറഞ്ഞ സ്പെസിമെൻ എന്ത് ചെയ്യണം, ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കണം അല്ലെ, എന്നെങ്കിൽ മാത്രമേ നമുക്കത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ റിഫ്ലക്ട് ചെയ്യിപ്പിക്കണം എന്നുണ്ടെങ്കിൽ സ്പെസിമെൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, വളരെ തിൻ ആയിട്ടുള്ള സ്പെസിമെൻ ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമുക്ക് വിഷ്വലൈസേഷൻ ഈ പറയുന്ന മൈക്രോസ്കോപ്പിലൂടെ പോസിബിൾ ആകത്തുള്ളൂ. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇപ്പൊ പ്ലാന്റ്സിന്റെ ആണെങ്കിലും ആനിമൽസിന്റെ ആണെങ്കിലും സെൽസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. നമ്മളിപ്പം ഒരു പ്ലാന്റിന്റെ സെല്ല്, ഇതൊരു പ്ലാന്റ് സെല്ലാണെന്ന് വിചാരിക്കുക. ഈ ഒരു പ്ലാന്റ് സെല്ല് നമ്മൾ ഡയറക്ട്ലി കൊണ്ടുപോയി മൈക്രോസ്കോപ്പിലേക്ക് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ഈ പറയുന്ന ഇത്രയും വലിയൊരു ഇതൊരു പ്ലാന്റ് ഒന്നും അല്ല, ഒരു പേനയാണ്. പക്ഷെ നിങ്ങൾ ഇത് ഒരു പ്ലാന്റ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഇത്രയും വലിയൊരു പ്ലാന്റ് സെല്ലിനെ നമ്മൾ കൊണ്ടുപോയിട്ട് മൈക്രോസ്കോപ്പിലേക്ക് വെച്ച് നോക്കുവാണെങ്കിൽ അതൊരു കാരണവശാലും എന്തിന് കാരണമാകത്തില്ല, ഇതിനകത്തെ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാനായിട്ട് പറ്റത്തില്ല. അപ്പോ മൈക്രോസ്കോപ്പിൽ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സ്പെസിമിനെ വെച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പം ഒന്നാമത്തേത് എന്താണ്, പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിങ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടോ എന്ന് നോക്കണം. അതുപോലെ തന്നെ എന്താണ്, വളരെ തിന്നായിട്ടുള്ള സെക്ഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ ആ ഒരു മൈക്രോസ്കോപ്പിൽ നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഒബ്ജക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സ്പെസിമിനെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലെൻസും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ വേയിൽ അറേഞ്ച് ചെയ്തിരിക്കണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യണം, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോക്കാം, നമുക്കിവിടെ ഒരു പ്രിപ്പറേഷൻ എങ്ങനെയാണ്, അതായത് ഒരു മൈക്രോസ്കോപ്പിൽ നമ്മളൊരു സ്പെസിമിനെ ഒബ്സർവ് ചെയ്യുമ്പോൾ എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യേണ്ടത്, അതുപോലെ എങ്ങനെയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്, അതിന്റെ ഫൈനൽ റിസൾട്ട് എന്തായിരിക്കും എന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു സ്പെസിമെൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ കുറെ അധികം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പൊ ആനിമൽ സെൽസിന്റെ കേസിലാണെങ്കിലും ഡിഫറൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലാന്റ് സെൽസിന്റെ കേസിലാണെങ്കിലും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു പ്ലാന്റ് സെല്ല് നമുക്ക് മൈക്രോസ്കോപ്പിലൂടെ നല്ല കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിൽ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റുന്നതെന്ന് നോക്കാം. നമ്മൾക്ക് സാധാരണയായിട്ട് നമ്മുടെ ലാബുകളിൽ ഓൾറെഡി പ്രിപ്പയർഡ് ചെയ്ത് വെച്ച പെർമനന്റ് സ്ലൈഡുകൾ ഉണ്ടായിരിക്കും. ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന പെർമനന്റ് സ്ലൈഡുകൾ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കേസിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു സ്ലൈഡ് എടുത്ത് നമ്മുടെ മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മളുടെ ലൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് എന്താണ് നമ്മുടെ ലെൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒബ്സർവ് ചെയ്താൽ മാത്രം നമുക്ക് മതി. പക്ഷെ എന്നാൽ നമ്മളിപ്പം അങ്ങനെ ഒരു പെർമനന്റ് സ്ലൈഡ് ഇല്ല, നമുക്ക് തന്നെ ഈ പറയുന്ന സ്ലൈഡിൽ വെച്ച് ഒബ്സർവ്, അല്ലെങ്കിൽ നമുക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത ഒരു സ്പെസിമിനെ ഒബ്സർവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണത് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ ഇപ്പൊ കൺസിഡർ ചെയ്യുന്നത് ഒരു സ്റ്റെമ്മാണ്, ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പ്ലാന്റ് സ്റ്റെമ്മിന്റെ സെഷൻ എടുക്കാൻ പോവുകയാണ്. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? നമ്മൾ ഒരു പ്ലാന്റിന്റെ സ്റ്റെമ്മിനെയാണ് നമ്മൾ ഇന്ന് ഒബ്സർവ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ എന്തൊക്കെ സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം എന്താ ചെയ്യണ്ടേ, നമുക്ക് ഏത് പ്ലാന്റിന്റെ ആണോ സെഷൻ എടുക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ ഏത് പ്ലാന്റിന്റെ ഇന്റേണൽ സ്ട്രക്ചർ ആണ് നമുക്ക് കാണേണ്ടത് അല്ലെ, ആ സ്ട്രക്ചർ കാണണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ആ പ്ലാന്റ് കളക്ട് ചെയ്യണം. കളക്ട് ചെയ്തിട്ട് നമുക്ക് അറിയാം, നമ്മൾക്ക് ഒരു പെട്രി ഡിഷ്, ഈ ഒരു
പ്ലേറ്റിനെയാണ് നമ്മൾ പെട്രി ഡിഷ് എന്ന് പറയുന്നത്. ഈ ഒരു പ്ലേറ്റ്, ഈ കളേർഡ് ആയിട്ടുള്ള ഒരു പ്ലേറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പെട്രി ഡിഷ് എന്ന് പറയുന്നത്. ഈ പെട്രി ഡിഷിൽ നമ്മൾ പ്ലേസ് ചെയ്യണം. വെറുതെ പ്ലേസ് ചെയ്താൽ മതിയോ? പോരല്ലേ. അതിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് ആ വെള്ളത്തിലേക്കാണ് നമ്മളുടെ സ്പെസിമെനെ അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തോന്നിക്കാണും, എന്തിനായിരിക്കും ഇത് വെള്ളത്തിൽ പ്ലേസ് ചെയ്യുന്നത് അല്ലേ? ചുമ്മാതെ അങ്ങ് വെച്ചാൽ പോരെ. അതിൽ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മളുടെ സ്പെസിമെനെ എന്ത് ചെയ്യുന്നത്, വെള്ളത്തിൽ ഇട്ട് വെക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ട സ്പെസിമെനെ കളക്ട് ചെയ്യുന്നു. കളക്ട് ചെയ്തിട്ട് എന്താണ് നെക്സ്റ്റ് ചെയ്യുന്നത്, നമ്മൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വാട്ടറിൽ നമ്മുടെ പെട്രി ഡിഷിൽ വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്ലേസ് ചെയ്യണം. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വെള്ളം, അല്ലെങ്കിൽ നമ്മൾ ഡീഹൈഡ്രേറ്റഡ് ആയി കഴിയുമ്പോൾ നമ്മൾ കുറെ നേരം ഒരു പ്ലാന്റ്സിൽ നമ്മളെടുത്ത് പുറത്തേക്ക് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പം കുറെ നേരം കഴിയുമ്പം അതിന്റെ ബോഡിയിലുള്ള എന്താണ് വാട്ടർ കണ്ടന്റ് ഒക്കെ പോകും. ഓക്കെ, അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പ്ലാന്റിന്റെ പാർട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന വാട്ടറിൽ ഇട്ട് വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും, ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു, നമുക്ക് ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പ്ലാന്റ് സെല്ല് കിട്ടിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്ലാന്റിന്റെ പാർട്ട് കിട്ടി, ഇപ്പൊ നമ്മൾ സ്റ്റെം ആണ് എടുത്തേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു പ്ലാന്റിന്റെ സ്റ്റെം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനെ ഡയറക്ട്ലി നമുക്ക് മൈക്രോസ്കോപ്പിലേക്ക് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കത്തില്ല, നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ച് ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. പ്രത്യേകിച്ച് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റത്തില്ല. നമ്മളിപ്പോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലെ കാര്യമാണ് പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഈ പറയുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ ഈ ഒരു സ്റ്റെമ്മിന്റെ ഇത്രയും പാർട്ടായിട്ട് നമ്മൾ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും നമുക്ക് അതിൻ്റെ അകത്തെ സ്ട്രക്ചേഴ്സ് ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ തിന്നായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എന്താക്കി മാറ്റണം, ഇതുപോലത്തെ ചെറിയ ചെറിയ പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്യണം. വളരെ തിന്നായിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കിയാൽ അത്രയും ട്രാൻസ്പെറന്റ് ആയിട്ട് കാണാവുന്ന രീതിയിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റെമ്മിനെ നമ്മൾ എന്ത് ചെയ്യണം, കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സെക്ഷൻ എടുക്കുക എന്നൊക്കെ പറയും, അതിന് സെക്ഷൻ എടുക്കുക എന്നാണ് നമ്മൾ സയന്റിഫിക്കലി അതിന് നമ്മൾ സെക്ഷൻ എടുക്കുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ എന്ത് ചെയ്യണം, സെക്ഷൻ എടുക്കണം. നമ്മൾ നല്ല മൂർച്ചയുള്ള ബ്ലേഡ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ പറയുന്ന സ്റ്റെമ്മിനെ ചെറിയ 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 പീസസ് ആക്കി എടുക്കണം. അതായത് വളരെ ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ഞാൻ പറഞ്ഞ പോലെ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള രീതിയിൽ മാത്രമേ അത് കട്ട് ചെയ്ത് എടുക്കാവുള്ളൂ. കാരണം എന്തെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ലൈറ്റിന് ഈ പറയുന്ന സ്പെസിമെനിലൂടെ കടന്നുപോയി ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്ത് നമുക്കത് കാണാനായിട്ട് പറ്റത്തുള്ളൂ. ഇനി ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പ്, നമ്മൾ വളരെ തിന്നായിട്ട് നമ്മളുടെ സ്പെസിമെനെ അല്ലെങ്കിൽ നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട ഒബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, കട്ട് ചെയ്തെടുത്തു. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ പറയുന്ന കട്ട് ചെയ്ത് നമുക്ക് കിട്ടി അല്ലെങ്കിൽ നമ്മൾ സെക്ഷൻ എടുത്ത ആ ഒരു സ്റ്റെമ്മിന്റെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പാർട്ടുകളെ നമ്മൾ എങ്ങോട്ടേക്കായിരിക്കും പ്ലേസ് ചെയ്യുന്നത്, ഒരു പെട്രി ഡിഷിലേക്ക് അല്ലെങ്കിൽ നമ്മളൊരു വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യും. ഓക്കെ, ഒരു വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. വാച്ച് ഗ്ലാസ്സിൽ പ്ലേസ് ചെയ്യുന്നതിന് മുമ്പും നമുക്ക് വേണമെങ്കിൽ കുറച്ച് വാട്ടർ അതിലേക്ക് ആഡ് ചെയ്യാം. കാരണം എന്തിനു വേണ്ടിയിട്ടായിരിക്കും, ഡീഹൈഡ്രേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന എന്താണ് വാച്ച് ഗ്ലാസ്സിലേക്ക്, അല്ലെങ്കിൽ നമുക്ക് പെട്രി പ്ലേറ്റ് ആണെങ്കിലും എടുക്കാം അല്ലെങ്കിൽ വാച്ച് ഗ്ലാസ് ആണെങ്കിലും എടുക്കാം. നോർമലി നമ്മൾ വാച്ച് ഗ്ലാസ്സസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ വാച്ച് ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കായിരിക്കും ഈ സെക്ഷൻ എടുത്ത എന്തിനെ ഇടുന്നത്, നമ്മളുടെ ഈ പ്ലാന്റിന്റെ സ്റ്റെമ്മിന്റെ സെക്ഷനെ നമ്മൾ ഇടുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് നമുക്ക് കുറച്ച് കളർഫുൾ ആയിട്ട്, ഇപ്പൊ വെള്ളത്തിലാണ് ഇത് കിടക്കുന്നത്. അപ്പൊ നോർമലി നമുക്കറിയാം പ്ലാന്റിന്റെ സെല്ലാവുമ്പോൾ മിക്കവാറും ഒരു ഗ്രീൻ കളേർഡ് ആയിട്ടായിരിക്കും. പക്ഷെ മൈക്രോസ്കോപ്പിൽ നോക്കുമ്പോൾ നമുക്കത് പ്രത്യേകിച്ച് ഒന്നും കാണാനായിട്ട് പറ്റത്തില്ല. അപ്പൊ മൈക്രോസ്കോപ്പിൽ നമുക്ക് ഇതിനെ ക്ലിയർ ആയിട്ട് കാണണമെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില സ്റ്റെയിനുകൾ യൂസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കാണാൻ പറ്റത്തുള്ളൂ, ഈ പറയുന്ന ഇന്റേണൽ സ്ട്രക്ചേഴ്സ് ഒക്കെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ സെക്ഷൻസിനെ, അതായത് ഈ പറയുന്ന സ്റ്റെമ്മിന്റെ സെക്ഷൻസിനെ നമ്മൾ ഒരു സ്റ്റെയിനിലേക്ക് ആഡ് ചെയ്യണം. മോസ്റ്റ് കോമൺലി നമ്മൾ ഇപ്പൊ പറയുവാണെങ്കിൽ ഇതിപ്പോ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, ഒരു സ്റ്റെയിനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ബ്രഷ് യൂസ് ചെയ്ത്
നമ്മളുടെ വാട്ടറിൽ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന നമ്മളുടെ പെട്രി ഡിഷിൽ അല്ലെങ്കിൽ നമ്മൾ വാച്ച് ഗ്ലാസ്സിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന നമ്മളുടെ എന്തുണ്ട്, നമ്മൾ സെഷൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ സ്റ്റെമ്മിന്റെ സെഷൻസ് ഉണ്ട്. അതിനെ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഈ പറയുന്ന സ്റ്റെയിൻ കണ്ടെയ്നിങ് ആയിട്ടുള്ള നമ്മളുടെ പ്ലേറ്റിലേക്ക് അല്ലെങ്കിൽ വാച്ച് ഗ്ലാസ്സിലേക്ക് എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇത് കളേർഡ് ആയിട്ട് നമുക്ക് ഈ സെല്ലുകളെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെയിൻ ആഡ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നത് പ്ലാന്റിന്റെ സെൽ ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്ലാന്റ് പാർട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത് സഫ്രാനിൻ എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഏതാണ് സ്റ്റെയിൻ യൂസ് ചെയ്യുന്നത്? സഫ്രാനിൻ എന്ന് പറയുന്ന ഒരു സ്റ്റെയിൻ ആയിരിക്കും നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ പറയുന്ന സഫ്രാനിന് എന്തിനു ഹെൽപ്പ് ചെയ്യും? ഈ സെല്ലിലേക്കൊക്കെ ഈ പറയുന്ന സ്റ്റെയിന് അബ്സോർബ് ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പിൽ ഈ പറയുന്ന സ്റ്റെമ്മിന്റെ പാർട്ടിനെ എടുത്ത് വെച്ച് നോക്കിക്കഴിയുമ്പോൾ നല്ല കളർഫുൾ ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അങ്ങനെ കളേർഡ് ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തിനെ ആഡ് ചെയ്യുന്നത്? നമ്മളുടെ സഫ്രാനിനെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും? നമ്മൾ സഫ്രാനിനൊക്കെ ആഡ് ചെയ്തു. സഫ്രാനിനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം ചിലപ്പോൾ നമുക്കറിയാം സഫ്രാനിനെ ആഡ് ചെയ്തപ്പോൾ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ഫോമിലായിരിക്കും, ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള സഫ്രാനിലേക്കായിരിക്കും നമ്മൾ എന്തിനെ ആഡ് ചെയ്യുന്നത്? ഈ പറയുന്ന ഒബ്ജക്റ്റിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സ്പെസിമിനെ ആഡ് ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഈ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് കൂടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കൂടിപ്പോയാലും സ്റ്റെയിനിങ് കുറവാണെങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് അതിൻ്റെ അകത്തൊന്നും കിട്ടത്തില്ല. അപ്പൊ സ്റ്റെയിനിങ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? വളരെ പ്രോപ്പർ ആയിരിക്കണം. അപ്പോ അഥവാ നമുക്ക് സ്റ്റെയിൻ കൂടിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം എന്താണ്? ആ സ്റ്റെയിനെ റിമൂവ് ചെയ്യണം. അപ്പൊ അങ്ങനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? നമ്മൾ വീണ്ടും ഒന്നും കൂടി അത് വാട്ടറിലേക്ക് എടുത്തിട്ടതിന് ശേഷം കുറച്ചു നേരം കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമുക്ക് അതിനെ എന്ത് ചെയ്യാം? റിമൂവ് ചെയ്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്താണ് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റെയിനിങ് ഒക്കെ എന്ത് ചെയ്തോളും? പൊയ്ക്കോളും. ഇനി നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളുടെ ഏകദേശം പ്രിപ്പറേഷൻ സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മളുടെ സ്പെസിമിനെ നമുക്ക് റെഡിയാക്കാൻ പോവാണ്. അപ്പൊ നമ്മൾ ഇനി ഒബ്സർവ് ചെയ്യാനായിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മളൊരു ഗ്ലാസ് സ്ലൈഡ് എടുക്കണം. അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്ന, ഇതാണ് നമ്മുടെ ഗ്ലാസ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഡയറക്ട്ലി നമുക്ക് ഒരു കാരണവശാലും നമ്മുടെ സ്പെസിമിനെ നമുക്ക് എന്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് പ്ലേസ് ചെയ്യാം ഒരൊറ്റ സെല്ല് മാത്രം. അതിപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരേ ഒരു സെഷൻ മാത്രമേ, അതായത് ഇപ്പൊ സ്റ്റെമ്മിന്റെ നമ്മൾ കുറെ സെഷൻസ് നമ്മൾ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ നേരത്ത് ഒരേ ഒരു സ്പെസിമിനെ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ? ഒബ്സർവ് ചെയ്യാനായിട്ട് എടുക്കുന്നുള്ളൂ. ഏറ്റവും നല്ല സ്പെസിമിൻ ഏതാണോ അതിനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്ലാസ് സ്ലൈഡ് എടുക്കുന്നു. ഗ്ലാസ് സ്ലൈഡ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അതിലേക്ക് ഒന്നെങ്കിൽ വാട്ടറോ അല്ലെങ്കിൽ ഗ്ലിസറിനോ ആഡ് ചെയ്യണം. ഒന്നെങ്കിൽ വാട്ടർ അല്ലെങ്കിൽ ഗ്ലിസറിൻ ആഡ് ചെയ്യണം. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീഹൈഡ്രേഷനെ എന്ത് ചെയ്യാൻ വേണ്ടി, ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സ്ലൈഡിലേക്ക് നമ്മൾ ഒന്നെങ്കിൽ ഗ്ലിസറിൻ അല്ലെങ്കിൽ വാട്ടർ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഗ്ലിസറിൻ അല്ലെങ്കിൽ വാട്ടറിനെ ഒന്നോ രണ്ടോ ഡ്രോപ്പ് ഓഫ് വാട്ടറിനെ നമ്മൾ എന്ത് ചെയ്തു? നമ്മളുടെ സ്ലൈഡിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ നെക്സ്റ്റ് സ്റ്റേജ് എന്തായിരിക്കും? നെക്സ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ സ്പെസിമിനെ ഈ പറയുന്ന സ്ലൈഡിലേക്ക് വെക്കണം, അല്ലെ? അപ്പൊ നമ്മൾ പതിയെ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മളുടെ പെട്രി ഡിഷിൽ അല്ലെങ്കിൽ നമ്മുടെ വാച്ച് ഗ്ലാസ്സിൽ നിറയെ എന്തുണ്ട്? സ്പെസിമെൻസ് ഇഷ്ടം പോലെയുണ്ട്. ഇങ്ങനെ ഒരുപാട് സ്പെസിമെൻസ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും നല്ല, ഏറ്റവും ട്രാൻസ്പെറന്റ് ആയിട്ടെന്ന് നമുക്ക് തോന്നുന്ന ഒരേ ഒരെണ്ണത്തിനെ മാത്രമായിരിക്കും നമ്മൾ അതിൽ നിന്നും ചൂസ് ചെയ്യുന്നത്. ആ ചൂസ് ചെയ്ത സ്പെസിമിനെ നമ്മൾ ഒരു ബ്രഷ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളുടെ സ്ലൈഡിലേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, നമ്മുടെ സ്ലൈഡിലേക്ക് പ്ലേസ് ചെയ്യും. ഇതുപോലെ നമ്മൾ സ്ലൈഡിലോട്ട് പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് 6ാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ഇത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതേ രീതിയിൽ ഡയറക്ട്ലി കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നമുക്ക് മൈക്രോസ്കോപ്പിലേക്ക് വെക്കാൻ പറ്റത്തില്ല. അപ്പം മൈക്രോസ്കോപ്പിലേക്ക് വെക്കുന്നതിന് മുൻപ് നമുക്ക് ഒരു സ്റ്റേജും കൂടി ഉണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഡയറക്ട്ലി നമ്മൾ ഇങ്ങനെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മള് നോബ് വെച്ചിട്ട് നമ്മുടെ ഐ പീസിനെ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ഈ പറയുന്ന ഒബ്ജക്റ്റീവ് ലെൻസും താഴേക്കും മേളിലേക്കും പോകുന്നുണ്ട്. അപ്പൊ ചില സമയത്ത് ഇത് ഡയറക്ട്ലി വന്ന് നമ്മളുടെ സ്പെസിമെനിലേക്ക് വന്ന് വീണു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മുടെ സ്പെസിമെൻ എന്താവും? നശിച്ചു പോകും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ എയർ ബബിൾസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിന് മുകളിലായിട്ട് ഒരു കവറിങ്ങും കൂടി കൊടുക്കും. അപ്പൊ അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
ആ സ്റ്റെപ്പാണ് ഈ കാണുന്നത്. അതായത് അതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു കവർ ഗ്ലാസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കവർ ഗ്ലാസ് എന്ന് പറയുന്നത്. ഈ ഒരു കവർ ഗ്ലാസ്, ഈ കവർ ഗ്ലാസ്സിനെ നമ്മുടെ സ്ലൈഡിലേക്ക് എന്ത് ചെയ്യും, പതിയെ, ഇതിപ്പോ കവർ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് കവർ ഗ്ലാസ് ഇങ്ങനെ വെക്കുന്നു. കവർ ഗ്ലാസ് വെച്ചതിന് ശേഷം നമ്മൾ ഒരു നീഡിൽ യൂസ് ചെയ്യും. നമ്മളുടെ ഒരു നീഡിലുണ്ട്, ആ നീഡിൽ യൂസ് ചെയ്ത് ഇതിന്റെ ടിപ്പിലായിട്ട് പതിയെ എന്ത് ചെയ്യും, ഒരു സപ്പോർട്ട് കൊടുത്ത് പതിയെ 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 ഈ പറയുന്ന നമ്മളുടെ കവർ ഗ്ലാസ്സിനെ ഇതിന്റെ മേളിലേക്ക് പതിയെ പ്ലേസ് ചെയ്യും. അപ്പം ഇങ്ങനെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, എയർ ബബിൾസ് ഒന്നും ഉണ്ടാവാതെ വേണം എന്ത് ചെയ്യാൻ, നമ്മുടെ കവർ ഗ്ലാസ്സിനെ എങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യാൻ, നമ്മുടെ സ്പെസിമെന്റെ മുകളിലേക്ക് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ പറയുന്ന നമ്മളുടെ ജസ്റ്റ് ഒബ്സർവ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇനി നമ്മൾ ഈ സ്ലൈഡ് പ്ലേസ് ചെയ്തതിന് ശേഷം നമുക്കറിയാം, നമ്മൾ ആഡ് ചെയ്ത ഗ്ലിസറിനോ അല്ലെങ്കിൽ വാട്ടറോ ഒക്കെ അഡീഷണൽ ആയിട്ട് കാണപ്പെടുകയാണെങ്കിൽ നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, നമ്മുടെ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പം എന്തെങ്കിലും പേപ്പറോ കാര്യങ്ങളോ ഒക്കെ യൂസ് ചെയ്തിട്ട് അഡീഷണൽ ആയിട്ട് വരുന്ന വാട്ടറിനെ, അതായത് ഈ പറയുന്ന കവർ ഗ്ലാസ്സിന് പുറത്ത് നമുക്ക് കാണാൻ പറ്റുന്ന വാട്ടറിനെ അല്ലെങ്കിൽ ഗ്ലിസറിനെ ഒക്കെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. പേപ്പർ യൂസ് ചെയ്ത് നമ്മൾ അതിനെ ക്ലിയർ ചെയ്തതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ ഇതിനെ ഒബ്സർവ് ചെയ്യുന്നത്. ഇനി മൈക്രോസ്കോപ്പിൽ വെച്ച് ഒബ്സർവ് ചെയ്യുന്നതിന് മുൻപും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് ഓൾറെഡി ടീച്ചർ പറഞ്ഞായിരുന്നു. മൈക്രോസ്കോപ്പിൽ നമ്മളുടെ ഒരു സ്പെസിമിനെ വെക്കുന്നതിന് മുൻപ് പ്രോപ്പർ ആയിട്ടുള്ള ലൈറ്റിംഗ് ഉണ്ടോ, അതുപോലെ തന്നെ ഒബ്ജക്റ്റീവ് ലെൻസ് കറക്റ്റ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ ഐ പീസ് ഒക്കെ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ പറഞ്ഞ സ്പെസിമനെ എങ്ങോട്ടേക്ക് പ്ലേസ് ചെയ്യുന്നത്, സ്റ്റേജിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. ഇനി സ്റ്റേജിലേക്ക് പ്ലേസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ലൈറ്റിംഗ് കാര്യങ്ങളും ഒക്കെ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഐ പീസിലൂടെ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഐ പീസിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വെച്ചേക്കുന്ന സ്പെസിമെന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എന്തായിരിക്കും, കറക്റ്റ് ആയിരിക്കത്തില്ല. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ഐ പീസിലൂടെ പയ്യെ നോക്കി എന്ത് ചെയ്യണം, ആ ഒരു പൊസിഷനെ നമ്മൾ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്യണം. എന്നിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് ഈ ഒരു സെല്ല് കാണാൻ പറ്റുന്നുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് അവിടെ എന്തുണ്ട്, ക്ലിപ്പുണ്ട്. ആ ക്ലിപ്പ് നമ്മളുടെ സ്ലൈഡിന് മേളിലേക്ക് എടുത്ത് വെക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ പിന്നീട് സ്ലൈഡ് ഒരിടത്തേക്കും അങ്ങോട്ടോ ഇങ്ങോട്ടേക്കൊന്നും മാറിപ്പോകത്തില്ല. ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പൊസിഷനിൽ തന്നെ എന്ത് ചെയ്യും, ഇരിക്കും. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ പ്ലാന്റിന്റെ സ്റ്റെം ആണ് എടുത്തിരുന്നത്. അപ്പൊ നമുക്ക് സ്റ്റെം നമ്മളിങ്ങനെ ഒരു പാർട്ട് എടുത്ത് ഒരു സ്പെസിമെൻ ആക്കി അതിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ഏകദേശം ഈ ഒരു സ്ട്രക്ചറിലായിരിക്കും നമുക്ക് മൈക്രോസ്കോപ്പിൽ കൂടി നമ്മൾക്ക് ആരെ കാണാൻ പറ്റുന്നത്, നമ്മളുടെ പ്ലാന്റിന്റെ സ്റ്റെമ്മിന്റെ സ്ട്രക്ചർ കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു സ്ട്രക്ചർ നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുമോ? ഇല്ലല്ലേ. നമുക്ക് ഒരു കാരണവശാലും നേക്കഡ് ഐ കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു പ്ലാന്റിനകത്ത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു കാര്യം ഇരിപ്പുണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇത് നമ്മളൊരു 10x ഇട്ട അല്ലെങ്കിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് ലെൻസിലെ 10x ഇട്ട ഒരു ഇമേജ് ആയിട്ട് നമുക്ക് പറയാം. അതേ സമയത്ത് നമ്മൾ 45x ഇടുന്നതെങ്കിൽ, ഒബ്ജക്റ്റീവ് ലെൻസ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ, ഈ ഒരു പോർഷനെ നമുക്ക് ഇതിലും ക്ലിയർ ആയിട്ട് വളരെ ക്ലാരിറ്റിയുള്ള, ഇതിനെ കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇത്രയാണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നതും. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പുകൾ നമ്മൾ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിലൂടെ നമ്മൾ എങ്ങനെയാണ് ഒരു സ്പെസിമെനെ ഒബ്സർവ് ചെയ്യുന്നു എന്നുള്ളതും പറയുന്നത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളുടെ പണ്ട് കാലങ്ങളിൽ എന്താണ്, നമ്മൾ ഇൻട്രൊഡക്ഷൻ പോർഷനിൽ പറഞ്ഞായിരുന്നു, പണ്ട് കാലത്ത് ഈ പറയുന്ന ഫെസിലിറ്റീസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ മൈക്രോസ്കോപ്പുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് സയന്റിസ്റ്റുകൾ പതിയെ പതിയെ മൈക്രോസ്കോപ്പുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പറയുന്ന മൈക്രോസ്കോപ്പുകൾക്കും ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായി. അതായത് പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൈക്രോസ്കോപ്പുകളൊന്നുമല്ല ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള മൈക്രോസ്കോപ്പുകൾ നമുക്കിപ്പം അവൈലബിൾ ആണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ, നമ്മളൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് നോക്കുമ്പം നമുക്ക് നമ്മുടെ ഒരു പ്ലാന്റിന്റെ സ്റ്റെം സെല്ലിനെ സ്റ്റെമ്മിനെ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ വരെയുണ്ട്. ആ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെല്ലെടുത്ത് ആ സെല്ലിലെ തന്നെ പല പല ഓർഗനൽസിനെ എന്ത് ചെയ്യാൻ പറ്റും,
സ്പെസിഫിക് ആയിട്ട് കണ്ടെത്താനായിട്ട് നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകളിലൂടെ പറ്റും. അതായത് വെറുതെ നമ്മൾ ലെൻസ് യൂസ് ചെയ്തിരുന്ന എന്തിനായിരുന്നു? വെറുതെ നമുക്കൊരു ഇമേജിനെ എൻലാർജ് ചെയ്ത് കാണാൻ വേണ്ടി യൂസ് ചെയ്തിരുന്ന ലെൻസ് അതെന്തായിട്ട് മാറി? അതിൽ തന്നെ ഇന്റേണൽ ആയിട്ടുള്ള സ്ട്രക്ചറിനെ ഏറ്റവും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു ഡെവലപ്മെന്റിലേക്ക് നമ്മളുടെ സയൻസ് എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി വഴി നമ്മൾ ഒരുപാട് വളർന്നു കഴിഞ്ഞു. അപ്പൊ പണ്ട് കാലം മുതൽ ഇന്ന് വരെ ഒരുപാട് തരത്തിലുള്ള മൈക്രോസ്കോപ്പുകൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളുടെ നാട്ടിലുണ്ട്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോ നമ്മള് പണ്ട് കാലത്ത് നമുക്കറിയാം, നമ്മളുടെ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന ഒരു ബയോളജിസ്റ്റ് ഉണ്ട്. അദ്ദേഹം യൂസ് ചെയ്തിരുന്ന മൈക്രോസ്കോപ്പ് ആണ് ഈ ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് നമ്മളുടെ പ്ലാന്റില് അല്ലെങ്കിൽ നമ്മളുടെ ലിവിങ് തിങ്സ് മേഡ് ചെയ്തിരിക്കുന്നത് സെല്ല് കൊണ്ടാണ് എന്ന് കണ്ടുപിടിച്ചത് ഈ ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തുകൊണ്ടായിരുന്നു. അപ്പൊ ഇതാണ് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പ് ആണിത്, അല്ലെ? ഒരു സിമ്പിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് ആണിത്. ഇത് നമ്മുടെ റോബർട്ട് ഹുക്ക് യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൈക്രോസ്കോപ്പ് ആയിരുന്നു. അതായത് ജസ്റ്റ് നമുക്ക് എന്താണ് ഒരു പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ലിവിങ് സെല്ലിന്റെ ഒരു പാർട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കുറെ സെല്ലുകൾ മാത്രം എന്ത് ചെയ്യാൻ പറ്റും? കുറെ കോമ്പൗണ്ട്സ് പോലെ ഇങ്ങനെ കുറെ സെല്ലുകൾ അടുക്കി അടുക്കി ഇരിക്കുന്നത് പോലെ നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കുറെ സെല്ലുകളെ മാത്രം ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈക്രോസ്കോപ്പ് ആയിരുന്നു ആര് യൂസ് ചെയ്തിരുന്നത്? നമ്മളുടെ റോബർട്ട് ഹുക്ക് എന്ന് പറയുന്ന സയന്റിസ്റ്റ് യൂസ് ചെയ്തിരുന്നത്. അപ്പം അദ്ദേഹമാണ് ആദ്യമായിട്ട് ഒരു മൈക്രോസ്കോപ്പ് യൂസ് ചെയ്തിട്ട് സെല്ലിനെ, അല്ലെങ്കിൽ നമ്മുടെ ലിവിങ് ബോഡിയിലുള്ള അല്ലെങ്കിൽ ലിവിങ് ഓർഗാനിസത്തിൽ കാണപ്പെടുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സിൽ കാണപ്പെടുന്ന സെല്ലിനെ ഒബ്സർവ് ചെയ്തത് അദ്ദേഹമായിരുന്നു. അദ്ദേഹം യൂസ് ചെയ്തത് ഒരു കോർക്കാണ്. അതായത് നമ്മള് കോർക്ക് അറിയാലോ, നമ്മളെ അടപ്പായിട്ട് യൂസ് ചെയ്യുന്ന കോർക്കുകളില്ലേ, അതിന്റെ ഒരു പീസ് എടുത്ത് വെച്ചിട്ടാണ് അദ്ദേഹം ഈ പറയുന്ന മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്ത് അതിന്റെ അകത്ത് ഇങ്ങനെ എന്താണ് നമ്മളുടെ ഈ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്തിനോട് സിമിലർ ആയിരിക്കും? നമ്മുടെ ഹണിബീയുടെ ആ ഒരു റാട്ടില്ലേ, ആ ഒരു റാട്ടിനോട് നമുക്ക് സിമിലർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റി. അപ്പൊ ആ ഒരു സ്ട്രക്ചറിനെയാണ് അദ്ദേഹം ഒബ്സർവ് ചെയ്തത്. അതിനാണ് പിന്നീട് സെൽ എന്ന് പറയുന്ന ഒരു പേരിൽ അറിയപ്പെടാനായിട്ട് വന്നതും. അപ്പൊ ഇതാണ് നമ്മളുടെ ഒന്നാമത്തെ, അതായത് പണ്ട് കാലത്ത് ഏറ്റവും ആദ്യം യൂസ് ചെയ്തുകൊണ്ടിരുന്ന മൈക്രോസ്കോപ്പ് ആണ് ഈ ഒരു മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. പിന്നീട് അതിനുശേഷം പിന്നെ വന്ന ഒരു മൈക്രോസ്കോപ്പ് ആണ് ഈ പറയുന്ന മൈക്രോസ്കോപ്പ്. ഇത് സിമ്പിൾ ലൈറ്റ് മൈക്രോസ്കോപ്പ് ആണ്. ഇതിന്റെ അകത്ത് ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒബ്ജക്റ്റിനെ കുറച്ച് എൻലാർജ് ചെയ്ത് കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു മൈക്രോസ്കോപ്പ് ആണ് ഈ പറയുന്ന സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ഈ ഒരു മൈക്രോസ്കോപ്പ്. അപ്പോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുകൾ എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞായിരുന്നു. അതായത് എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ സാധിക്കാത്ത, അതായത് നമ്മുടെ നേക്കഡ് ഐ കൊണ്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റാത്ത ഏതെങ്കിലും പ്ലാന്റ് സെല്ലുകളെ അല്ലെങ്കിൽ ആനിമൽ സെല്ലുകളെ അല്ലെങ്കിൽ മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത് ഏതിലൂടെയായിരുന്നു? നമ്മളുടെ ഈ പറയുന്ന കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലൂടെയായിരുന്നു. പക്ഷെ ഇപ്പോ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ വെച്ച് അതിലും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന മറ്റൊരു മൈക്രോസ്കോപ്പാണ് ഇപ്പൊ കൂടുതലായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ ഒരു സിറ്റുവേഷൻ എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒരു സെല്ലിനെ 1500 ടൈംസ് മാത്രമായിരിക്കും മാഗ്നിഫൈ ചെയ്യാൻ പറ്റുന്നത്. ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന് ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള സെല്ലിനെ മാഗ്നിഫൈ ചെയ്യാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് 1500 ടൈംസ് ആയിരുന്നു. പക്ഷേ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിനെ സംബന്ധിച്ച് അത് 2 lakh ടൈംസ് ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, എത്രമാത്രം വലിയ ഒരു ക്ലാരിറ്റിയോട് കൂടിയുള്ള ഒരു ഇമേജ് ആയിരിക്കും നമുക്കത് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മളൊരു സെല്ലിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സെല്ല് മാത്രമല്ല നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്, ആ സെല്ലിനകത്തെ ഓരോ ഓർഗനലിനെയും ആ ഓർഗനലിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെയും അതിന്റെ സ്ട്രക്ചറിനെ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലൂടെ നമുക്ക് ഒബ്സർവ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് നമ്മളുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഇൻവെൻഷനോട് കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, അതായത് പുതിയ പുതിയ ഒരുപാട് കാര്യങ്ങളെ ഡിസ്കവർ ചെയ്യാനായിട്ടും അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മളുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹുക്ക് യൂസ് ചെയ്തിരുന്ന ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മൈക്രോസ്കോപ്പിൽ നിന്ന് മാറി എന്താണ് ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു
ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്റെ ഇൻവെൻഷനിൽ വരെ എന്തെത്തി, നമ്മളുടെ സയൻസ് എന്ന് പറയുന്ന ടെക്നോളജി അല്ലെങ്കിൽ അത് ടെക്നോളജീസ് എന്ത് ചെയ്തു, വളർന്നു കഴിഞ്ഞു അല്ലെ. അപ്പം ഇത്രയുമാണ് നമ്മളുടെ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് പഠിച്ചത്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷനിലൂടെ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ സാധിച്ചതെന്നൊക്കെ നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. അപ്പം മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മളുടെ നേക്കഡ് ഐസ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇനി മൈക്രോസ്കോപ്പിന്റെ പാർട്ട് ഏതൊക്കെയായിരുന്നു, ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഏതൊക്കെയായിരുന്നു മൈക്രോസ്കോപ്പിന്റെ പാർട്ട്? ഏറ്റവും ടോപ്പിലായിട്ട് ആരുണ്ട്, നമ്മുടെ ഐ പീസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അതിനെ ഐ പീസിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ പ്രോപ്പർ ആയിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ കറക്റ്റ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ നോബ്സ് ഉണ്ട്. അതിന് തൊട്ടു താഴെയായിട്ട് എന്താണ്, ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്. അതിന് തൊട്ടു താഴെയായിട്ട് നമ്മൾ സ്പെസിമെനെ അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്ന സ്റ്റേജ് ഉണ്ട്. അതുപോലെ ആ ഒരു സ്പെസിമെനെ കറക്റ്റ് ആയിട്ട് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തുണ്ട്, ക്ലിപ്പ് ഉണ്ട്. അതിന് തൊട്ടു താഴെയായിട്ട് ആരുണ്ട്, നമ്മുടെ കണ്ടൻസർ ഉണ്ട്. കണ്ടൻസർ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, കണ്ടൻസർ നമ്മളുടെ ഒബ്ജക്റ്റിലേക്ക് ലൈറ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ കണ്ടൻസർ ഉണ്ട്. അതുപോലെ തന്നെ അതിന്റെ ഇന്റൻസിറ്റി എന്ത് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡയഫ്രംസ് പ്രസന്റ് ആണ്. പിന്നെ മിറർ, കിട്ടുന്ന ലൈറ്റിനെ എന്ത് ചെയ്യുക, റിഫ്ലക്ട് ചെയ്ത് നമ്മളുടെ ഡയഫ്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ആരുണ്ട്, മിറേഴ്സ് ഉണ്ട്. ഇത്രയുമായിരുന്നു ആരുടെ പാർട്ട് എന്ന് പറയുന്നത്, നമ്മളുടെ മൈക്രോസ്കോപ്പിന്റെ പാർട്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, മൈക്രോസ്കോപ്പിനെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത മൈക്രോസ്കോപ്പിന്റെ കേസിൽ നമ്മൾ നോക്കിയപ്പം ഐ പീസിലും അതുപോലെ തന്നെ നമ്മളുടെ കണ്ടൻസറിലും ഒബ്ജക്റ്റീവ് ലെൻസിലും ആരുണ്ട്, ലെൻസ് ഉണ്ട് അല്ലെ. അതായത് മോർ ദാൻ 2 ലെൻസ് ആണ് ഈ പറയുന്ന മൈക്രോസ്കോപ്പിൽ പ്രസന്റ് ആയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള മൈക്രോസ്കോപ്പുകളെ പറയുന്ന പേരാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ എന്താണ്, നമുക്ക് പല ടൈപ്പ് ഓഫ് മൈക്രോസ്കോപ്പുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പ് മുതൽ ഹൈലി എക്യുപ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഹൈലി എഫിഷ്യന്റ് ആയിട്ടുള്ള എന്തുണ്ട്, മൈക്രോസ്കോപ്പുകൾ വരെ ഇപ്പോൾ ഉണ്ട്. അതായത് നമ്മളുടെ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ. ഈ പറയുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പുകൾ എന്താണ്, നമുക്ക് ഏറ്റവും വളരെ സ്മോൾ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ പോലും അത്രയും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും. അതായത് ഒരു ഒബ്ജക്റ്റിനെ എന്താണ് 2 ലക്ഷത്തിന് മടങ്ങായിട്ട് നമുക്ക് മാഗ്നിഫൈ ചെയ്ത് കാണാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പൊ അത്രമാത്രം എന്താണ് സയന്റിഫിക് അല്ലെങ്കിൽ നമ്മുടെ സയൻസ് എന്ന് പറയുന്നത് എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് എല്ലാ തവണയും എന്താണ് ഈ പറയുന്ന മൈക്രോസ്കോപ്പ് തന്നിട്ട് മൈക്രോസ്കോപ്പിന്റെ പാർട്സ് ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ഏതൊക്കെ ലെൻസാണ് നമുക്ക് ഒബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യാൻ സഹായിക്കുന്നത്, അതുപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് മിറേഴ്സ് അവിടെ പ്ലേസ് ചെയ്തേക്കുന്നത്, മിറേഴ്സ് എന്തിനു വേണ്ടിയിട്ടാണ്, അങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നിന്നും ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാത്രമല്ല, നമ്മൾ പറഞ്ഞായിരുന്നു എങ്ങനെയാണ് ഒരു മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സ്പെസിമെനെ പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ആ ഒരു സ്റ്റെപ്പും എന്ത് ചെയ്യുന്നുണ്ട്, കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷത്തെ എക്സാമില് 2 മാർക്കിന്റെ ചോദ്യത്തിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. നല്ല രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. ഓക്കെ, അപ്പോ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതുമാണ്. അപ്പോ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോ താങ്ക് യു. Manorama Horizon, learning made simple.